ദീർഘദൂരം യാത്ര ചെയ്യുന്നവരും മറ്റ് അത്യാവശ്യക്കാരുമെല്ലാം ടോയ്ലറ്റിനായി ആശ്രയിക്കാറുള്ളത് പലപ്പോഴും പെട്രോൾ പമ്പുകളെയാണ്. എന്നാൽ ഒരുപാട് മനുഷ്യരെത്തുന്ന ഈ ടോയ്ലറ്റുകൾ ക്ലീൻ ആൻഡ് നീറ്റ് ആണോ? കോഴിക്കോട് നഗരത്തിലെ പെട്രോൾ പമ്പിലുള്ള ടോയ്ലറ്റുകളുടെ അവസ്ഥ എന്താണ്? കോഴിക്കോട് നഗരത്തിൽ തന്നെ അനേകം പെട്രോൾ പമ്പുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പലതും പുതിയതായി വന്ന പമ്പുകളുമാണ്. ബീച്ച് റോഡിലെ ഒരു പെട്രോൾ പമ്പിന്റെ ശൗചാലയമാണിത്. ഏട്ടാ, ടോയ്ലറ്റില്ലേ? സാമാന്യം വൃത്തിയുണ്ടെങ്കിലും ഒരു താൽക്കാലിക ശുചിമുറി എന്ന രീതിയിലാണ് ഇത് പണിതിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച് ഓട്ട വീണിട്ടുണ്ട്. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ കോഴിക്കോട് നഗരത്തിലെ ഒട്ടുമിക്ക പെട്രോൾ പമ്പുകളുടെയും ശൗചാലയങ്ങൾ വൃത്തിയുള്ളവയാണ്. വാഷ് ബേസിനുകളും മുഖം നോക്കാനുള്ള കണ്ണാടികൾ വരെയുള്ള നല്ല ശുചിമുറികൾ തന്നെയാണ് മിക്കതും. ഓരോ ദിവസവും വൃത്തിയാക്കേണ്ട ജീവനക്കാരുടെ പേരും ആരാണ് വൃത്തിയാക്കിയതെന്നുൾപ്പെടെയുള്ള വിവരങ്ങളും പല സ്ഥലങ്ങളിലും സൂക്ഷിക്കുന്നുമുണ്ട്. ഞങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യം തന്നെങ്കിലും ക്ലീൻ ചെയ്യാറുണ്ട്. രാവിലെ ഒന്ന് കഴിയും, പിന്നെ ഒരു 12 മണിക്ക് ശേഷം ഒന്ന്, പിന്നെ വൈകുന്നേരം 3 മണിക്ക് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷമേ ഉള്ളൂ സീപ്പർ സാധാരണ പോകാറുള്ളൂ. ഒട്ടുമിക്ക പെട്രോൾ പമ്പുകളിലും എല്ലാ ദിവസവും ശൗചാലയം വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ ശൗചാലയം തേടിയെത്തുന്നവരിൽ ചിലരാണ് പലപ്പോഴും ഇത് കൂടുതൽ വൃത്തികേടാക്കുന്നത്. അതായത് ഒട്ടും മര്യാദയില്ലാതെയാണ് പലപ്പോഴും ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നത്. അധികം സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡയപ്പറും അതും ഇതൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടിട്ടേക്കും. എന്നിട്ട് മറ്റേ നന്നാക്കുന്ന ആൾക്കാർ കൈയിട്ട് മാന്തി എടുക്കുക. കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾ പറയും ഇങ്ങനെ പേമ്പേഴ്സ് നാലിടരുത് കേട്ടോ, അങ്ങനെ അടഞ്ഞു പോകും, അതുകൊണ്ടാണ്. നാപ്കിനും കുട്ടികളുടെ ഡയപ്പറുകളും ഉൾപ്പെടെയുള്ളവ ടോയ്ലറ്റിൽ നിക്ഷേപിച്ചു പോകുന്നത് വൃത്തിയാക്കുന്നവർക്ക് ഇരട്ടിപ്പണിയുണ്ടാക്കുകയാണ്. പല ടോയ്ലറ്റുകളും ഇതുമൂലം ബ്ലോക്കാവുകയും വലിയ തുക മുടക്കി നന്നാക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു 5 ദിവസം കൂടുമ്പോൾ എന്തായാലും വരും ഒരാൾ വരാണ്ട്. അയാൾ വന്ന് കണ്ട് നന്നാക്കണമെങ്കിൽ നന്നായിക്കോളം പറയും. ഇതാണ് ചിലപ്പോൾ 700 രൂപ എടുക്കണം, ചിലപ്പോൾ 500 രൂപ എടുക്കണം. നാളെ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതിക്ക് ഉപയോഗിക്കുന്ന ടീമുകൾ കുറേ ഉണ്ട്. നമ്മളെ ആവശ്യം കഴിഞ്ഞാൽ മതി എന്നുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരും രണ്ടും അങ്ങനെ ഉണ്ടാകാമല്ലോ. നമ്മുടെ ഇടങ്ങൾ മാത്രം വൃത്തിയായി സൂക്ഷിച്ചാൽ പോരല്ലോ, നമ്മൾ ചെല്ലുന്ന ഇടങ്ങൾ കൂടെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് തന്നെയാണ്. ജോം ടി കെക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.